ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു CIT സമഗ്ര. ഇന്നത്തെ PYQ സെക്ഷനിൽ കേരള ചരിത്രത്തിൽ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ 2025 ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം നടപ്പിലാക്കിയതാരാണ്? സമപന്തി ഭോജനം നടപ്പിലാക്കിയത് അയ്യ വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനാണ് എന്ന പ്രഖ്യാപനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. ഈ 3 സ്റ്റേറ്റ്മെന്റും ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. ഏതൊക്കെയാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനോ അറിയിക്കുവാനോ എന്ന പ്രഖ്യാപനം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. ഇത് 3 ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ളതാണ്. ഇനി സ്ത്രീകൾക്ക് മേൽമുണ്ട് ജാക്കറ്റ് ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് ചട്ടമ്പിസ്വാമിയുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. സമത്വ കേരളം, വേദപ്രകാശം, വേദാധികാര നിരൂപണം, സമന്വയ കേരളം. ഇതിൽ ഏതാണ് ചട്ടമ്പിസ്വാമിയുടെ കൃതി? അത് വേദാധികാര നിരൂപണമാണ്, ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ്. ഇനി, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുറിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. ആരാണ് അദ്ദേഹം എന്ന് തിരിച്ചറിയുക. മഹാത്മാ അയ്യങ്കാളിയുടെ വാക്കുകളാണിത്. ഇനി, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ആലുവ, അമ്പലപ്പുഴ, അരുവിപ്പുറം. എവിടെയാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത്? ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. ആ ജോഡി ശരിയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ ജോഡി ശരിയാണ്. അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം, ശ്രീനാരായണ ഗുരുവിനാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇനി, വാഗ്ഭടാനന്ദന് പ്രത്യക്ഷരക്ഷാ ദേവസഭ. ആ ജോഡി തെറ്റാണ്. പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്നത് ആരുടെയാണ്? പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്നത് പൊയ്കൽ യോഹന്നാന്റേതാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണെന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1788 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1788 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരുവാണ്. കാവിയും കമണ്ഡലവും സന്യാസി എന്നറിയപ്പെട്ടതാരാ? കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ്. ഇനി, താഴെ തന്നിരിക്കുന്നതിന് ശരിയായ ജോഡികൾ ഏതെല്ലാമെന്ന്? മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ ആര്യ സമാജം. ഇതിൽ ഏത് ജോഡികളാണ് ശരിയായിട്ടുള്ളത്? VT ഭട്ടതിരിപ്പാടിന്റെയാണ് യോഗക്ഷേമ സഭ. പിന്നെ ആര്യ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഏതൊക്കെയാണ്? ആര്യ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. സമത്വ സമാജം ആര് സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം. ആത്മവിദ്യാസംഘം ആണെങ്കിൽ വാഗ്ഭടാനന്ദരാണ് ആത്മവിദ്യാസംഘം. അപ്പൊ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടെ, ആത്മവിദ്യാസംഘം എന്നുള്ളത് വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ്. ആര്യ സമാജമാണെങ്കിൽ പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പൊയ്കൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന്. ഓക്കെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിൽ ജനിച്ചു. കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ജ്ഞാനപീയൂഷ എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാനം പ്രസിൽ നിന്ന് അച്ചടിച്ചിറക്കി. അയിത്തജാതിക്കാർക്കായിട്ട് തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ഇതിൽ ഏതൊക്കെയാണ് പൊയ്കൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ? കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു, അത് ശരിയാണ്. പിന്നെ അയിത്തജാതിക്കാർക്കായിട്ട് തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയത് പൊയ്കൽ യോഹന്നാനാണ്. ആ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. പൊയ്കൽ യോഹന്നാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരുവിപേരൂരാണ് പൊയ്കൽ യോഹന്നാൻ ജനിച്ചത്. കുമാര ഗുരുദേവൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ഓക്കെ. അയിത്തജാതിക്കാർക്കായിട്ട് തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടുകൂടി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അത് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയാണ് കേട്ടോ. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും
അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തില് മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ കേട്ടോ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് കേരളത്തിൽ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൽ നിന്നും ഉൾപ്പെടാത്തത് ഏതാണെന്ന്? അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ് പറയാം. സവർണരെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര നടത്തി. സവർണരെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര നടത്തി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അയ്യങ്കാളി കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1917 പന്തിഭോജന സമരം നടത്തി. അത് തെറ്റാണ്. ആര് നടത്തിയത്? സഹോദരൻ അയ്യപ്പനാണ് പന്തിഭോജന സമരം നടത്തിയത്. ഇനി അധസ്ഥിത വിഭാഗത്തിനായി വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതാണ് സവർണരെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര നടത്തി, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, അധസ്ഥിത വിഭാഗത്തിനായിട്ട് വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചു. ആ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 1917 പന്തിഭോജന സമരം നടത്തിയതാണ്. അത് സഹോദരൻ അയ്യപ്പനാണ് നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. കുമാര ഗുരുദേവനാണ്. ചെറായിൽ ഡാഷിലാണ് സഹോദരൻ അയ്യപ്പൻ ആദ്യമായിട്ട് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ഏത് വർഷമാണ്? ചെറായിൽ 1917 സഹോദരൻ അയ്യപ്പൻ ആദ്യമായിട്ട് മിശ്രഭോജനം നടത്തിയത്. 1917 തിരുവിതാംകൂറിലെ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിലെ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകനാരാ? അത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. Okay, next ആണ് match the following column A and column B and choose the correct options. Column A മൊയ്യാരത്ത് ശങ്കരനുമായി ബന്ധപ്പെട്ടാണ് കേരള കേസരി. മൊയ്യാരത്ത് ശങ്കരനാണ് ബന്ധപ്പെട്ടുള്ളത്. കേരള കേസരിയാണ്. TR കൃഷ്ണസ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള യുവഭാരതം. TR കൃഷ്ണസ്വാമിയുമായി ബന്ധപ്പെട്ടുള്ളത് യുവഭാരതം. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ദേശബന്ധു എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സ്വാഭിമാനി. AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ ആണ് സ്വാഭിമാനി. ഒന്നും കൂടി പറയാം. മൊയ്യാരത്ത് ശങ്കരനാണെങ്കിൽ കേരള കേസരിയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയാണ്. TR കൃഷ്ണസ്വാമി ആണെങ്കിൽ യുവഭാരതം. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അറിയപ്പെടുന്നത് ദേശബന്ധു എന്ന പേരിലാണ്. AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ ആണെങ്കിൽ സ്വാഭിമാനി. AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സ്വാഭിമാനി. മൊയ്യാരത്ത് ശങ്കരന് കേരള കേസരി. TR കൃഷ്ണസ്വാമി ആണെങ്കിൽ യുവ ഭാരതം. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ദേശബന്ധു. AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ ആണെങ്കിൽ സ്വാഭിമാനി. ഓക്കെ, താങ്ക് യു.